തലനരക്കുകയല്ല എന്റെ വൃദ്ധത്വം, തലനരക്കാത്തതല്ല എന്റെ യുവത്വവും. കൊടിയ ദുഷ്പ്രഭുത്വത്തിൻ തിരുമുമ്പിൽ തലകുനിക്കാത്തതാണെന്റെ യൗവനം, തലകുനിക്കാത്തതാണെന്റെ യൗവനം. കരയാത മക്കളെ കൽപ്പിച്ചു തമ്പുരാൻ, ഒരു വാഴ വേറെ ഞാൻ കൊണ്ടുപോട്ടെ എന്ന് വാഴക്കുലയിൽ ചങ്ങമ്പുഴ എഴുതി 3 വർഷം കഴിയുമ്പോഴാണ് VS എന്ന 17-കാരനെ പി കൃഷ്ണപിള്ള കണ്ടെത്തുന്നത്. 1940 ആലപ്പുഴ ആസ്പിൻവാൾ കമ്പനിയിലെ കയർ തൊഴിലാളിയായിരുന്ന VSനെ പി കൃഷ്ണപിള്ള കുട്ടനാട്ടിലേക്ക് പറഞ്ഞയച്ചു. കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു ചുമതല. 5 രൂപയും പി കൃഷ്ണപിള്ള VSന് നൽകി. കിഴക്ക് വെള്ളകീറും മുൻപേ പാടത്ത് പണിക്കിറങ്ങി സൂര്യൻ അസ്തമിക്കുവോളം ജന്മിക്കു വേണ്ടി അടിമവേല ചെയ്യുന്ന ഒരു കൂട്ടം മനുഷ്യരുടെ അതിദയനീയമായ ജീവിതം VS എന്ന കൗമാരക്കാരൻ്റെ ഹൃദയത്തെ ആഴത്തിൽ മുറിവേൽപ്പിച്ചു. തമ്പ്രാന്മാരുടെയും ജന്മിമാരുടെയും ഗുണ്ടകൾ കർഷക തൊഴിലാളികളുടെ കുടിലുകളിൽ കയറി അവരുടെ സ്ത്രീകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നതും സ്ഥിരം കാഴ്ചയായിരുന്നു. മൃഗസമാനമെന്ന് പോലും പറയാൻ കഴിയാത്ത ദുരിത ജീവിതങ്ങളെ നിവർന്നു നിൽക്കാൻ പഠിപ്പിച്ചാണ് VS തൻ്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം തുടങ്ങുന്നത്. പി കൃഷ്ണപിള്ളയും AKGയും EMSും കാട്ടിയ വഴിയിലൂടെ അവരുടെ കൈപിടിച്ച് VS എന്ന യുവാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ തീപ്പൊരി നേതാവായി പരിണമിക്കുന്ന കാഴ്ചയാണ് പിന്നീട് നാട് കണ്ടത്. VSന്റെ ആ യാത്ര കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കസേര വരെ എത്തി. നിയമവ്യവസ്ഥ അനുസരിച്ച് ഭീതിയോ പക്ഷപാതമോ പ്രീതിയോ വിദ്വേഷമോ കൂടാതെ എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്കും നീതി ചെയ്യുമെന്നും സഗൗരവം പ്രതിജ്ഞ ചെയ്യുന്നു. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി, പ്രതിപക്ഷ നേതാവായി. ആ ചട്ടം ബഹുമാനപ്പെട്ട സ്പീക്കറുടെ നേതൃത്വത്തിൽ ആ ചട്ടം ലംഘിക്കുക, എന്നിട്ട് സഭാംഗങ്ങളെല്ലാം വായും പൊളിച്ച് ഇവിടെ ഇരുന്ന് തരണം. അതിന് ഞങ്ങൾ കൂട്ടാക്കുന്നില്ല, അത് അനുവദിച്ചു തരാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. കുട്ടനാട്ടിൽ നിന്ന് തുടങ്ങിയ VSന്റെ കമ്മ്യൂണിസ്റ്റ് ജീവിതം കേരളത്തിലാകെ പടർന്നു. ജനമനസ്സുകളിൽ വികാരമായി, ഹൃദയതാളമായി VS എന്ന 2 അക്ഷരം മാറി. സ്കൂളിൽ പഠിച്ചിരുന്ന കാലത്ത് ജന്മിമാരുടെ മക്കൾ VSനെ ജാതി പറഞ്ഞ് ഉപദ്രവിച്ചു. വരേണ്യവർഗത്തിൻ്റെ ജാത്യാഭിമാനത്തെ തൻ്റെ അരയിലെ വെള്ളി അരിഞ്ഞാണമൂരി അടിച്ചോടിച്ചാണ് VS മറുപടി നൽകിയത്. കനലെറിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ. കനലെറിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ സൂര്യൻ. 1964 CPI ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിവന്ന് CPIM രൂപീകരിച്ച 32 പേരിൽ ഒരാളായിരുന്നു VS. CPIMന്റെ സ്ഥാപക നേതാവ്. 32 പേരിൽ അവസാനത്തെ ആളായി VSം കടന്നുപോകുമ്പോൾ താനും തൻ്റെ പ്രസ്ഥാനവും സ്വപ്നം കണ്ട നല്ല നാളെ ഒരു പരിധിവരെ ഈ നാടിന് സമ്മാനിച്ചു എന്ന ധന്യതയോടെയാണ് ആ മടക്കം. കേരളവും രാജ്യവും കണ്ട അതുല്യനായ കമ്മ്യൂണിസ്റ്റ് പോരാളിയാണ് ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുന്നത്. VS എന്ന 2 അക്ഷരം കേരളീയ സമൂഹത്തിൽ പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിന്ന
കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ അടയാളമാണ്. ദീർഘമായ ചരിത്രമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റേത്. കുട്ടിക്കാലം മുതൽ ആരംഭിച്ച സംഘടനാ പ്രവർത്തനം തൻ്റെ അവസാന നിമിഷം വരെ രോഗശയ്യയിൽ കിടപ്പിലാകുന്നതുവരെ നല്ല ഊർജ്ജസ്വലതയോടെ ഒരു പോരാളിയുടെ നിശ്ചയദാർഢ്യത്തോടെ മുന്നോട്ട് കൊണ്ടുപോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് അദ്ദേഹം. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഏറ്റവും പ്രധാന നേതാക്കളിൽ ഒരാളായി തന്നെ അദ്ദേഹം മാറിയിരുന്നു. അന്നത്തെ നാഷണൽ കൗൺസിലിൽ നിന്ന് ഇറങ്ങി വന്ന അവസാനത്തെ ആളാണ് ഇന്ന് വിട പറഞ്ഞിരിക്കുന്നത്. രോഗശയ്യയിലാകുന്നതുവരെ സമൂഹത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളിലും നല്ല രീതിയിൽ ഇടപെട്ടു പോയ കമ്മ്യൂണിസ്റ്റ് നേതാവാണ് ഇന്ന് നമ്മോട് വിട പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ നിര്യാണം കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIM-നെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിലുള്ള വിടവ് ഉണ്ടാക്കുന്ന ഒന്നാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബത്തോടും അദ്ദേഹത്തിൻ്റെ വേർപാടിൽ ദുഃഖിക്കുന്ന നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിൽ ജനങ്ങളോടുമൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ സ്മരണയ്ക്ക് മുന്നിൽ ആദരാഞ്ജലി അർപ്പിക്കുന്നു. ജൂലൈ 21 വൈകിട്ട് VS അന്തരിച്ചു എന്ന വാർത്ത പരന്നതോടെ AKG സെന്ററിലേക്ക് എവിടെ നിന്ന് എന്നറിയാതെ മനുഷ്യർ ഒഴുകിയെത്തി. നിമിഷങ്ങൾക്കകം അവിടെ ഒരു മനുഷ്യ സമുദ്രമായി മാറി. VS സെക്രട്ടറിയായി പ്രവർത്തിച്ച AKG സെന്ററിൽ അവസാനമായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ ഇടമുറിയാതെ എത്തിയ മനുഷ്യർ കണ്ണു നിറഞ്ഞ് മുഷ്ടി ചുരുട്ടി ഉറക്കെ വിളിച്ചു, കണ്ണേ കരളേ VS, ഞങ്ങളുടെ ചങ്കിലെ റോസാപ്പൂ.
കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കനലെരിയും സമരപഥങ്ങൾ കയറിയൊരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. കടമകളെ കരളു തുടിപ്പിൻ തുടി കൊട്ടി ഉണർത്തി വിടർത്തി, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. നെറിയുള്ളൊരു നേതാവുണ്ടേ, കനിവുള്ളൊരു കരളതുമുണ്ടേ, അഴലകലൻ കരളു കൊടുത്തേ വെയിലിൻ കൊള്ളി. മലനാടതു മിന്നി മിനുങ്ങി മലയാളം പെരുമലയാളം, പല കൂട്ടം പെരുമക്കൂട്ടം പുതുമക്കൂട്ടം. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാടേ, മതനിരപേക്ഷതയുടെ നാടേ, മലനാടേ മാമലനാടേ. ഒരു നഗരം അനേകപുരങ്ങൾ നിരനിരയായി നീണ്ടൊരു നാടേ, മതനിരപേക്ഷതയുടെ നാടേ, മലനാടേ മാമലനാടേ. കാണക്കാടേ വളരുന്നേ മലനാടേ മാമലനാടേ, നെറിവുള്ളൊരു നേതാവുണ്ടേ പകലിൻ സൂര്യൻ. പകലിൻ നിറപുഞ്ചിരി പോലെ വെയിലിൻ കൊള്ളി. രാവേറെ വൈകി VSന്റെ മൃതദേഹം AKG സെൻറ്ററിൽ നിന്ന് മകൻ അരുൺകുമാറിൻ്റെ തിരുവനന്തപുരത്തെ വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോഴും ജനക്കൂട്ടം വിട്ടുപോകുന്നില്ല. വീടിന് പുറത്ത് പ്രിയപ്പെട്ട VSന് കൂട്ടായി ഉറങ്ങാതെ അവർ കാത്തുനിന്നു.
തിരുവനന്തപുരത്തെ വേലിക്കകത്ത് വീട്ടിൽ നിന്ന് സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ പൊതുദർശനത്തിനെത്തുമ്പോഴേക്കും സെക്രട്ടേറിയറ്റും പരിസരവും മനുഷ്യ മഹാസമുദ്രമായി മാറിയിരുന്നു. സെക്രട്ടേറിയറ്റിലെ ദർബാർ ഹാളിൽ മൃതദേഹം എത്തിക്കും മുൻപ് മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടേക്കെത്തി ക്രമീകരണങ്ങളെല്ലാം പരിശോധിച്ചു. ദർബാർ ഹാളിന്റെ പുറത്ത് കാത്തുനിന്ന മനുഷ്യർക്ക് ദർബാർ ഹാളിലേക്ക് പ്രവേശനം നൽകിയതോടെ ജനക്കൂട്ടം പതുക്കെ ചലിച്ചു തുടങ്ങി. പക്ഷേ അതിലും വലിയ ജനസഞ്ചയമാണ് VSനെ കാണാൻ പുറത്തേക്ക് എത്തിക്കൊണ്ടിരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, CPIM ജനറൽ സെക്രട്ടറി MA ബേബി, CPM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, A വിജയരാഘവൻ, CPI ജനറൽ സെക്രട്ടറി D രാജ, സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം അടക്കം നേതാക്കളും മന്ത്രിമാരും VSന് അന്ത്യാഞ്ജലി നൽകാൻ ദർബാർ ഹാളിൽ എത്തി. ഉച്ചയ്ക്ക് 2 മണിയോടെ ദർബാർ ഹാളിൽ പോലീസിന്റെ ഗാർഡ് ഓഫ് ഓണർ, തുടർന്ന് പ്രത്യേകം തയ്യാറാക്കിയ KSRTC ബസ്സിലേക്ക് മൃതദേഹം മാറ്റി. CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ വിലാപയാത്രയെ പൂർണ്ണസമയം അനുഗമിച്ചു.
ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. വിലാപയാത്ര തലസ്ഥാന ജില്ല പിന്നിടാൻ എടുത്തത് ഏതാണ്ട് 8 മണിക്കൂറിലധികമാണ്. വഴിയോരങ്ങളിൽ എത്രായിരം മനുഷ്യരാണ് VS-നെ ഒന്ന് കാണാനായി കാത്തുനിന്നത്. എത്രയോ മണിക്കൂറുകൾ അവർ ക്ഷമയോടെ കാത്തുനിന്നു തങ്ങളുടെ പ്രിയ നേതാവിനെ ഒരു നോക്ക് കാണാൻ. ജീവിക്കുന്നു ഞങ്ങളിലൂടെ ഞങ്ങളിലൊഴുകും ചോരയിലൂടെ ഇല്ല ഇല്ല വരിക്കുകയില്ല. സഖാവേ സഹോദരാ നാം കേട്ട ദീർഘമുദ്രാവാക്യം. തോൽക്കയില്ല, തോൽക്കുവാനോ മനസ്സില്ല, തോറ്റുവെങ്കിൽ തോറ്റുകാലം. കേൾക്കൂ സഖാവേ ചരിത്രമേൽപ്പിക്കുന്ന വാക്കുകൾ പാടി നാമെന്നും. ഞങ്ങളുടെ വിപ്ലവ സൂര്യനായിരുന്നു സഖാവ്. ഞങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്തതാണ് ഞങ്ങളിപ്പോൾ ഇവിടെ നിൽക്കാനുള്ള കാരണം. കേരളത്തിലുള്ള എല്ലാ മനുഷ്യർക്കും സഖാവിനെ ഏറെ പ്രിയപ്പെട്ട. അപ്പം ഞങ്ങൾ പാർട്ടിക്കാർ, ഞങ്ങളുടെ കമ്മ്യൂണിസ്റ്റുകാർക്ക് സഖാവിനെ ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല. ഈ നൂറ്റാണ്ടിലെ സഖാവാണ്. നമുക്ക് പ്രചോദനം ഇതിൽ നിന്നാണ് ഉയർത്തെണീക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റുകാരായി ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു ഒരു പൂമര കാറ്റു പെയ്ത പോലെ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. മരിക്കുകയില്ല. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിലൊഴുകും ചോരയിലൂടെ. അർദ്ധരാത്രിയോടെയാണ് വിലാപയാത്ര കൊല്ലം ജില്ലയിൽ പ്രവേശിച്ചത്.
ഉറക്കം പോലും ഉപേക്ഷിച്ച് പതിനായിരങ്ങൾ പാതയോരങ്ങളിൽ തടിച്ചുകൂടി. പോരാട്ടത്തിൻ നാളുകളിൽ, ചോരചരിഞ്ഞൊരു വീതികളിൽ നിങ്ങൾ നൽകിയ ത്യാഗം, സ്നേഹം, നിങ്ങൾ നൽകിയ നേതൃത്വം, ഞങ്ങൾക്ക് ആകാശത്തിൻ നീലിമയിൽ നീയൊരു മറയായി മാറുമ്പോൾ ആളിപ്പടരും വേദനയായി, കത്തിക്കാളും നൊമ്പരമായി എന്നുമുണ്ട്, എങ്ങുമുണ്ട്, ഇല്ല ഇല്ല മരിക്കില്ല. പാരിപ്പള്ളിയും ചാത്തന്നൂരും കൊട്ടിയവും കടന്ന് ചിന്നക്കടയിലെത്തിയപ്പോൾ രാത്രി 2 മണി. ഒരു ദശകമിവിടെ ഇതു വിട ചൊല്ലി മറയുന്നു. ഒരു പൂമരക്കാറ്റു പെയ്ത പോലെ നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. നിറയെ ചുവന്ന പൂക്കൾ, പാതയിൽ സമരങ്ങൾ തൻ മുദ്രകൾ. പ്രിയ സഖാവ് മരിച്ചെന്ന്, ഇല്ല ഇല്ല മരിക്കുന്നില്ല, ഇല്ല മരിക്കുന്നില്ല, ധീരസഖാവ് മരിക്കുന്നില്ല. പോരാളികളുടെ പോരാളി, പുന്നപ്രയുടെ പൊന്മുത്ത്, ഇല്ല ഇല്ല മരിക്കുന്നില്ല. പോരാട്ടത്തിൻ നാളുകളിൽ. കരുനാഗപ്പള്ളിയും ഓച്ചിറയും കടന്ന് ആലപ്പുഴ ജില്ലയിലേക്ക് പ്രവേശിച്ചപ്പോൾ കിഴക്ക് വെള്ളകീറി തുടങ്ങി. പ്രകൃതിക്കോലും കണ്ണുനീരിൽ കുതിർന്ന ആദരാഞ്ജലികൾ അർപ്പിക്കുമ്പോൾ ഈ നാട് മുഴുവനും നടക്കം ഹൃദയാഭിവാദ്യം അർപ്പിക്കാൻ സഖാവ് VS കാണാം. ജൂലൈ 23 രാവിലെ ആലപ്പുഴ ജില്ലയിലേക്ക് എത്തിയ വിലാപയാത്രയിൽ പങ്കാളിയാവാനും VSനെ ഒരു നോക്ക് കാണാനും തടിച്ചുകൂടിയത് പതിനായിരങ്ങളാണ്. ജന്മനാട് വൈകാരികമായാണ് VSനെ യാത്രയാക്കിയത്. ആലപ്പുഴ മലമുത്ത്
വാക്കുകളില്ല VS-നെ പറ്റി പറയാൻ. ഞങ്ങളുടെ എല്ലാവരും പൊന്നോമനയാണ്, ഞങ്ങൾക്ക് അതിനെപ്പറ്റി സംസാരിക്കാൻ പറ്റുന്നില്ല. ജനങ്ങൾ എങ്ങനെയാണ് VS-നെ ഉൾക്കൊണ്ടതെന്നുള്ളത് ഈ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. എത്രയോ മണിക്കൂർ വൈകി ഈ തോരാത്ത മഴയിലും ജനങ്ങൾ ഇങ്ങനെ ഒരു നോക്ക് VS-നെ കാണണമെന്നുണ്ടെങ്കിൽ ആ VS എത്രത്തോളം ജനങ്ങളുടെ മനസ്സിലേക്ക് ഇറങ്ങിയിട്ടുണ്ടെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. സഹാവ് ഞങ്ങളുടെ ഒരു വികാരമാണ്. സഹാവ് VS-നെ കുറിച്ച് പറയുമ്പോൾ നമ്മൾക്ക് അറിയാവുന്ന പോലെ 85 വർഷങ്ങൾക്ക് മുമ്പ് പാർട്ടി അംഗത്വത്തിലൊക്കെ വന്ന അദ്ദേഹം ഇന്നും സജീവമായി നിലനിന്നിരുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും ഒരു ആവേശമാണ്. തീർച്ചയായും സഹാവ് മരിക്കുന്നില്ല. സഹാവ് ഒരിക്കലും മരിക്കുന്നില്ല. ഞങ്ങളുടെ മനസ്സിൽ എപ്പോഴും സഹാവ് ഉണ്ടാകും. VS ഞങ്ങൾക്ക് ആവേശമാണ്. പ്രത്യേകിച്ച് സ്വന്തമായ ഒരു താല്പര്യങ്ങളും ഇല്ലാത്തൊരു വലിയ നേതാവ്, അപൂർവം ചിലരിൽ ഒരാളാണ് അദ്ദേഹം. അദ്ദേഹത്തെ കാണാൻ വേണ്ടിയാണ് ഈ മഴയെല്ലാം സഹിച്ച് ഞങ്ങളെല്ലാം കാത്തു നിൽക്കുന്നത്. സഹാവ് ഞങ്ങളുടെ നെഞ്ചിടിപ്പായിരുന്നു. ആ സഹാവിൻ്റെ അഭാവം ഞങ്ങളുടെ ജീവൻ്റെ എല്ലാം നഷ്ടപ്പെട്ടത് വലിയൊരു പ്രതീക്ഷയായിരുന്നു സഹാവ്. ആ സഹാവ് ചെറുപ്പകാലം മുതലേ ഞങ്ങൾക്ക് ആവേശമായിരുന്നു. അതാണ് ഞങ്ങൾക്ക് ഇന്ന് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് VS-നെ കാണുന്നത് ഞാൻ 8 വയസ്സ് 9 വയസ്സുള്ളപ്പം ചെന്നിത്തല പുത്തുള്ള പടിക്കൽ പബ്ലിക് മീറ്റിങ്ങിന് അദ്ദേഹം വന്നപ്പോഴാണ്. അപ്പം ഞാനതുവഴി നടന്നു പോകുമായിരുന്നു. അപ്പോൾ എനിക്കറിയില്ല ഇതാരാ സംസാരിക്കുന്നതെന്ന്. അപ്പോൾ എന്നോട് ആൾ പറഞ്ഞു ഇതാണ് ഈ VS അച്ഛൻ. അന്ന് ഭയങ്കര കറുത്ത, അത് ഭയങ്കര തടിയായിരുന്നു. അത് ഭയങ്കര ശബ്ദത്തിലായിരുന്നു സംസാരിക്കുന്നത്. അപ്പോൾ അന്ന് മുതലേ ആ രൂപം എൻ്റെ മനസ്സിലുണ്ട്. പിന്നീട് ഞാൻ MLA ആവുകയും വിവിധ രംഗങ്ങളിൽ പ്രവർത്തിക്കുമ്പോഴും ഒക്കെ അദ്ദേഹവുമായിട്ട് നല്ല ബന്ധമുണ്ടായിരുന്നു. എന്നോടും അത് തന്നെയായിരുന്നു. ആലപ്പുഴക്കാരനുള്ള നിലയിൽ മാത്രമല്ല, അദ്ദേഹവുമായിട്ട് നല്ല ബന്ധം പുലർത്താൻ അന്ന് കഴിഞ്ഞിരുന്നു. തിരിച്ചും അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. നമ്മൾ കാണുമ്പോൾ അച്യുതാനന്ദൻ എന്തോ ഒരു പരുക്കൻ നേതാവാണെന്ന് തോന്നുന്നു. പക്ഷേ അങ്ങനെയല്ല. നല്ല മനസ്സുള്ള, ആർദ്രതയുള്ള, സ്നേഹമുള്ള, തമാശകൾ പറയുന്ന ഒരു വ്യക്തിയായിട്ട് എപ്പോഴും എനിക്ക് അദ്ദേഹത്തെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മുഖ്യമന്ത്രിയാവുമെന്ന് കരുതിയപ്പോഴാണ് പരാജയപ്പെട്ടത്. എന്നിട്ടും ആ പോരാട്ടം അദ്ദേഹം തുടർന്നു. 82ാമത്തെ വയസ്സിലാണ് മുഖ്യമന്ത്രിയാവുന്നത്. സാറിന് 82 വയസ്സെന്ന് പറഞ്ഞാൽ ആളുകൾ വിശ്രമിക്കുന്ന ഒരു കാലമാണ്. അപ്പോൾ എന്നും അദ്ദേഹം ഒരു പോരാളിയായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്. യുവജനതയ്ക്ക് മേൽ VS-ന് ഇത്രമേൽ സ്വാധീനമോ എന്ന് അന്തിച്ചു പോകുന്ന തരത്തിലായിരുന്നു യുവതയുടെ സാന്നിധ്യം. വനിതകളുടെ വലിയ കൂട്ടമായിരുന്നു വഴിയോരങ്ങളിലെങ്ങും കാണാൻ കഴിഞ്ഞത്. ജീവിക്കുന്നു ഞങ്ങളിലൂടെ, ഞങ്ങളിൽ ഒഴുകും ചോരയിലൂടെ. സിന്ദാബാദ് 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 സിന്ദാബാദ്.
ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പുന്നപ്പറയുടെ മണ്ണിന് ഇതിൽ തീരാത്ത വേദന ഞങ്ങളുടെ VS 100 VS ഞങ്ങളുടെ എല്ലാവരുടെയും തീരാ നഷ്ടമാണ്. ഞങ്ങളുടെ പുന്നപ്പുറയിൽ സമരങ്ങളിൽ മൊത്തം പണ്ട് കാലത്ത് ഞങ്ങൾക്ക് ഊർജ്ജമായി അമ്പലപ്പുഴയുടെ പേരും ആ യശസ് ഉയർത്തി ഞങ്ങളെ നേതൃത്വത്തിലോട്ടും അല്ലാതെ ഞങ്ങളെ ഈ സംഘടനാ പഠനത്തിലോട്ടും കൊണ്ടുവന്ന ഞങ്ങളുടെ ധീരനായ സഖാവ്. ആൾക്കാരുടെ മന്ത്രിയാണ് ഞങ്ങളുടെ VS. ഇതുപോലൊരു മന്ത്രി ഇനി ഉണ്ടാകാനില്ല. ഞങ്ങളുടെ കർഷക തൊഴിലാളിയുടെ മന്ത്രിയാണ് VS. അതുകൊണ്ട് എന്ത് ജോലി തിരക്കുണ്ടാലും VS-നെ കാണാൻ ഞങ്ങൾ ഓടിയെത്തിയതാണ്. ഇനി ഒരു നേതാവ് അങ്ങനെ ഉണ്ടാകത്തില്ല. ഇനി ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാവാണ്, മറക്കാൻ പറ്റത്തില്ല. ഞങ്ങളുടെ എല്ലാം പ്രിയ നേതാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാനാവില്ല. ഇനി എന്ത് പറയാനാ? പ്രിയപ്പെട്ട നേതാവ് ഞങ്ങളുടെ പൊന്നാമനിയായിരുന്നു. ഞങ്ങളുടെ നെഞ്ചിലെ ജീവനാണ് അദ്ദേഹം. ഞങ്ങൾ മരിച്ചിട്ടില്ല. അദ്ദേഹം ഞങ്ങളുടെ കൂടെ എന്നും ജീവിച്ചു. ഞങ്ങളുടെ ഓർമ്മകളിൽ അദ്ദേഹം എന്നും ഞങ്ങൾക്ക് ഗുരുതുല്യനാണ്. അദ്ദേഹം ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച സമൂഹത്തിൽ എങ്ങനെ അദ്ദേഹം ജീവിക്കണമെന്ന് ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ച നേതാവാണ്. ഒരിക്കലും അദ്ദേഹം മരിക്കുന്നില്ല. ഞങ്ങളുടെ എല്ലാമാണ്. ഞങ്ങളുടെ വീട്ടിലെ അംഗത്തിനെ പോലാണ്. ഇതുപോലെ ഒരാൾ ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയില്ല. ഉച്ചയ്ക്ക് 1 മണിയോടെ പുന്നപ്പറയിലെ വേലിക്കകത്ത് വീട്ടിൽ ആലപ്പുഴയിലെ ആദ്യ പൊതുദർശനം. തുടർന്ന് CPIM ആലപ്പുഴ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക്
റിക്രിയേഷൻ ഗ്രൗണ്ടിൽ പൊതുദർശനത്തിന് വെച്ച VSന്റെ മൃതദേഹം കാണാൻ തടിച്ചുകൂടിയത് 1000 മനുഷ്യരാണ്. ഒടുവിൽ അന്ത്യനിദ്രയ്ക്കായി വലിയ ചുടുകാട്ടിലേക്ക്.
101 വർഷം നീണ്ട ഐതിഹാസികമായ സമര ജീവിതത്തിന് വീരോചിതമായ സമാപനം. VS-ന്റെ ഭൗതികദേഹത്തെ അഗ്നിനാളങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ നിറഞ്ഞ കണ്ണുകളോടെ 1000 കൈകൾ ആകാശത്തേക്കുയർന്നു. അവർ വിളിച്ചു, ഇല്ലേ ഇല്ല, മരിക്കില്ല, സഖാവ് VS മരിക്കില്ല, ജീവിക്കുന്നു ഞങ്ങളിലൂടെ. പിറന്ന സൂര്യ തേജസ്സേ, അസ്തമിക്കയില്ല എന്നും നിത്യതാരകേ, മനുഷ്യ സ്നേഹമേ